ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലത്തെ വ്ളോഗ് എന്താ പറയുക, ഒരു നല്ലൊരു എൻഡിങ് ആയിരുന്നില്ല കേട്ടോ. കാരണം അങ്ങനെയല്ല, ലൈക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ മോൾ ഓഫ് ഒമാനിൽ പോയ സമയത്ത് ഫുൾ ഒമാനികളായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാതിരി നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്കങ്ങനെ പറ്റിയില്ല. കാരണം ഫുൾ ഒമാനികളായതുകൊണ്ട് നമുക്ക് അവരുടെ പ്രൈവസീനെ ബാധിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ 8:42 സമയം നമ്മളിപ്പോൾ റിപ്പുവിൻ്റെ വീട്ടിൽ വന്നിട്ട് അവൾ ഇന്നലെ അവളെ പറ്റിച്ചു. ഞാൻ ഇന്നലെ അവളായതുകൊണ്ട് എന്നെ ഒന്നും പറഞ്ഞില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് ചീത്ത വിളിച്ചതേ, പക്ഷേ അവൾക്കതറിയില്ല. അതുകൊണ്ട് അവൾ ചീത്ത വിളിച്ചില്ല. കാരണം അവളെ പറ്റിച്ച് അവളെ മാത്രമല്ല മക്കളും നമ്മൾ വരുന്നേയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സിറ്റുവേഷൻ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല പെട്ടെന്ന്. സോ നമ്മളിപ്പോൾ റിപ്പുവിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്കൊരു 12 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഇറങ്ങണം ഇവിടുന്ന്. നീ ബാക്ക് ടു UAE. നമ്മൾ വരുമ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അമ്നുവിനെയൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ ഈ വണ്ടിയിൽ പോസ്റ്റാണോ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടല്ല, പുറത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ എടുക്കുന്നേ. പറ, അത്തരം പറ. നമ്മൾ ഇത്ര ഏതായാലും പറഞ്ഞോണ്ടിരിക്കുന്നേ, ഇത്ര ഏതായാലും പറഞ്ഞോണ്ടിരിക്കുന്നേ പണ്ട് പോണ്ട ബോട്ടിൽ നടത്തിയ the art and the artist. റിൻതേട്ടൻ അതിനിടയിൽ അമ്നൂനെ എൻസാനെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നമ്മളിവിടെ പാർക്കിൽ കൊണ്ടിരുത്തിയിട്ടുള്ള ഈ പൊരി ചൂടിലിതാ വേറെ തൊലിക്കുന്നു. ഇവള് മനപ്പൂർവ്വം ഇവളെ മധുര പ്രതികാരം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചീത്ത പറയാൻ അറിയാത്തതുകൊണ്ട് ഇവള് നമ്മളെ ഈ ചൂടത്ത് പാർക്ക് കൊണ്ടിരുത്തിയില്ല. ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങാറ്റൊരു ചേട്ടൻ ഇരുന്നിട്ടുണ്ട്, വേറെ ആരും ഇവിടെ ഇല്ല. സൺഗ്ലാസ് ഒക്കെ ഇട്ട് ഇരുന്നിട്ട് നോക്കിയാ വേറെ കാണാത്തല്ലേ. കൊറേ കൊല്ലായി. അല്ല, നൈത്തൂന് 6 മാസമുള്ളവരാ, 3 മാസമുള്ളവരാ എങ്ങാച്ചോ. ഉമ്മയും ഉപ്പയെല്ലാം വന്നിട്ടുണ്ടായിട്ടില്ലേ, അന്നേരം കണ്ടത്. അതിന് ശേഷം ഇപ്പൊ കാണുന്നു. കുറെ കൊല്ലമായിട്ടില്ല. ഞാൻ മസ്കറ്റിലുള്ള സമയത്ത് ഇവള് നാട്ടിലായിരുന്നു. ഇവള് മസ്കറ്റിൽ വരുമ്പോൾ ഞാൻ ദുബായിലേക്ക് പോയി. ഇവള് ദുബായിലേക്ക് വരുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയി. ഭയങ്കര ഫ്ലൈറ്റ് അമ്നു, ഹൻസയും നൈത്തു, നിന്താട്ടിനെല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ചെറിയ ഇടയ്ക്കൊരു കാറ്റ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ഞഞ്ഞ കായ്ക്കുന്നു. ശരാ, ഇവക്ക് പ്രാന്തം കാറ്റാ തോന്നുന്നു എനിക്ക്. ഇതാ വന്നേരെ തുടങ്ങിയിട്ട് പാർക്ക് പോവാ. ഇവക്ക് ചീത്ത പറയാൻ അറിയില്ലെങ്കിലും ഇവക്ക് പ്രതികാരം ചെയ്യാൻ അറിയാം ഗൈസ്. അത് ഞാനിപ്പോ മനസ്സിലാക്കി. ഇവിടെ ഫുഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാ വന്നിട്ടുണ്ട്. അന്നൂനും കഞ്ഞിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് കുടിക്കാൻ അന്നു അങ്ങ് ദൂരെ പോയി. ഞങ്ങൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തിടുമായിരുന്നു കേട്ടോ. എന്നിട്ട് മാങ്ങ ഉപ്പും മുളകൊക്കെ ആക്കി അതിനിടയ്ക്ക് ഇങ്ങനെ കണങ്ങണാന്നിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് ആരുടെയൊക്കെയോ കാര്യങ്ങളോ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഈ ചെടി നനക്കാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ആ വെള്ളത്തിൽ കിടന്നുള്ള കളിയായിരുന്നു. ഈ പൊരി വെയിലത്ത് ഞങ്ങൾ അവിടെ എന്താ പറയുക, ചിറാപ്പു ഇഞ്ചി മഴയത്ത് പാട്ടൊക്കെ പാടി പിന്നെ അവിടെ നിന്നുള്ള കളിയായിരുന്നു കേട്ടോ. ചുറ്റുള്ളതൊന്നും നോക്കിയില്ല, ആരെയും നോക്കിയില്ല. ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് തളർന്ന് തിരിച്ചു വരുന്ന കേട്ടോ ഈ കാണുന്നേ.
ഞങ്ങൾ അവിടെയുള്ള ഓരോ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കയറിയിട്ട് എനിക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നേ. അന്നു ആണെങ്കിൽ സ്പീഡിൽ കറക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ തല ചുറ്റിയിട്ട് വയ്യ. നന്നുവിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നന്നു അങ്ങനെ വെറുതെ നിൽക്കുകയായിരുന്നല്ലോ, മീൻസ് അവനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. നന്നുവിനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു റൈഡാണ് കേട്ടോ. നന്നുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ റൈഡ്. വേറെ റൈഡിൽ കയറിയിട്ടും അവന് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടായിരുന്നേ. കുറച്ച് കഴിയുമ്പോൾ നിയാസ്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വെച്ച് ഭർത്താക്കന്മാരായതുകൊണ്ട് തന്നെ അവരെ വെച്ച് ഞങ്ങളൊരു വീഡിയോ എടുത്തു കേട്ടോ. ഹലോ, നമ്മള് റെപ്പുവിന്റെ അടുത്ത് നിന്ന് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ് ഇറങ്ങി കേട്ടാ. നമ്മൾ പോകുമ്പോൾ ഈ കോസ്റ്റ്യൂം ആയിരുന്നില്ല, വരുമ്പോൾ കോസ്റ്റ്യൂം മാറി. അതേമാതിരി നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖത്ത് ബ്ലഷ് ഇട്ടതാന്ന്. അല്ല, വെയിലത്ത് കൊണ്ടുപോയി ചൂടത്ത് കൊണ്ടുപോയി ചുവന്ന് തുടുത്തു വന്നായി സത്യം പറഞ്ഞാല്. ഈ ഒരു ആഴ്ച കൊണ്ട് എന്താ പറയാ, വല്ലാണ്ട് ടയർഡായി നല്ലോണം. ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് മുഖത്തും കൈക്കും ബാക്കിൽ പുറത്തും എല്ലാം ഭയങ്കരമായിട്ട് ടാൻ അടിച്ച്. ഈവൻ നൈത്തൂന്റെ മുഖം വരെ ഭയങ്കരമായിട്ട് ടാനായി കേട്ടോ. കൈയും മുഖവും ഒക്കെ ഭയങ്കരമായിട്ട് ടാനായി. ഇനിയിപ്പോ നമ്മള് നിയാസ്ക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയും മുസമ്പിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സ്. ഇനിയിപ്പം നമ്മള് ജിതിനെയും അനീഷേനെയും പിക്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. എന്നിട്ട് നേരെ ഇനി UAE-യിലേക്ക്. ഇനി നമ്മുടെ ബാക്കി വിശേഷങ്ങളും അല്ലെങ്കിൽ UAE-യിലെ വിശേഷങ്ങളും നമ്മുടെ ട്രിപ്പിന്റെ വിശേഷങ്ങളും ലൈക്ക് ഡേന്റെ അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ, ഓവറോൾ എക്സ്പീരിയൻസും കാര്യങ്ങളും അതൊക്കെ ഇനി UAE-യിൽ എത്തിയിട്ട് വീഡിയോ അയച്ചിട്ട് കേട്ടോ. ഇത് ജിതിന്റെ ഫാമിലി ആട്ടോ. എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഗായ്സ്, നമ്മളെല്ലാരും വീണ്ടും ഒരുമിച്ചെത്തി ഗായ്സ്. എല്ലാരും 3G ഗൈസ്. ഞങ്ങൾ കരി മാറ്റണം. നിവേദി എങ്ങനെ നിന്നാലും ഞങ്ങൾക്ക് നഷ്ടമാണ്. ഞങ്ങളിപ്പോ ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബമായിരിക്കുന്നു. ഇതിന് വയ്യ, നൈത്ത് ഭയങ്കരമായിട്ട്. ഒരു ഒമാനി അലുവ ഷോപ്പിൽ വന്നിരിക്കണം. അപ്പൊ അവര് ഡിഫറൻസ് ടേസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയവര് കുത്തിരുന്ന് കഴിക്കാൻ. എത്ര മധുരമില്ല, അത് തീർക്കരുത്. കിട്ടീനോ താഴെ പോയല്ലേ. ഇതില്ല കുറച്ചും കൂടെ. പല വെറൈറ്റി അലുവ ഉണ്ടായിരുന്നു കേട്ടോ. കാഷ്നട്ടിൻ്റെതും നട്ട്സിൻ്റെതും വാൾനട്ടിൻ്റെതും അങ്ങനെയൊക്കെ ആയിട്ട് പല പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് കണ്ട ബോക്സിലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേര് അറബിയിൽ എഴുതിയത് കൊണ്ട് എന്താണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അതായിരുന്നു കേട്ടോ. 6:34 സമയം നമ്മൾ ദുബായിലെത്തി. ദുബായിലല്ല, ബോർഡർ കഴിഞ്ഞ് ഞങ്ങള് അതിസന്തോഷത്തിലൊരു ചായ ആയിക്കാം. എന്നെ പോകുമ്പോഴേ കോഴിക്കോട് പിടിച്ചിട്ടുണ്ട്, ഇപ്പോഴും കോഴിക്കോ. മസ്കറ്റ് സലാല യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ദുബായിൽ തിരിച്ചെത്തിയിരിക്കണം. ഇന്നലെ രാത്രി നമ്മൾ എത്തിയത്. രാത്രി എത്തിയ സമയത്ത് നമുക്ക് വൈൻഡപ്പ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. രാത്രി 10:30 നമ്മൾ എത്താൻ വേണ്ടിട്ട്. പിന്നെ വന്ന് ഭയങ്കര ടയേർഡായിരുന്നു. വന്ന സമയത്ത് എന്താ പറയാ, എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രഷായി ഒന്ന് കിടക്കാൻ വേണ്ടി തോന്നി. കാരണം എന്താ വെച്ചാൽ നല്ല ഉറക്കക്ഷീണവും ഉണ്ടായിരുന്നു അല്ലേ. അതും കഴിഞ്ഞ് നമ്മൾ ഇന്ന് ക്ലിനിക്കിലെല്ലാം പോയി. പിന്നെ അങ്ങനെ ഒന്നേണ്ട സ്ഥലത്തെല്ലാം പോകാനുണ്ടായി. ഡോക്ടറെല്ലാം കണ്ട് മരുന്നെല്ലാം വാങ്ങി എന്നിട്ടാണ് വന്നത്. നന്നു ഭയങ്കര ടയർഡായിട്ട്, നന്നുവിന് നെഞ്ചത്തെ കഫ എല്ലാം ഉറച്ചിട്ടാ ഉള്ളേ. നന്നുവിന് മരുന്നുണ്ട്, എനിക്കും മരുന്നുണ്ട്.
പിന്നെ അവിടുന്ന് മറ്റേ ഈ അണുങ്ങ് പോലത്തെ സാധനം ഇവിടെ ഇങ്ങനെ കയ്യിലും അവിടെയൊക്കെ കടിച്ചതിന് ഡോക്ടർ എടുക്കുന്ന ഒരു ഓയിൽമെന്റ് മേടിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും. കാരണം ഭയങ്കര ചൂട് കൂടുമ്പോ ഭയങ്കരമായിട്ട് ചൊറിയുന്നത്. അത് മാത്രല്ല അത് നല്ല എന്താ പറയുക ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. നമുക്കത് ഇത് മാന്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടെംപ്ടേഷൻ, അതിനുള്ളൊരു ടെംപ്ടേഷൻ ഉണ്ട്. അപ്പൊ ഇവൻ നന്നു പോലും ഭയങ്കരമായിട്ട് ഇങ്ങനെ മാന്തി അത് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവൻ എന്തെങ്കിലും ലോഷനോ എന്തെങ്കിലും അവിടെ ആക്കി കൊടുക്കുക ചെയ്യുന്നേ, ഇതാവാണ്ട് ചൊറിഞ്ഞു പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അയ്യോ എവിടെയും കൊണ്ടാ. അപ്പം ഇനിയിപ്പോ നമ്മൾ എത്തി നമ്മളെ മസ്കറ്റ്, അതായത് ഡേ 1 ഡേ 2 ഡേ 3 ആ ഒരു ഡേ 8 വരെയുള്ള വീഡിയോസ് അത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് UAE-യിലത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങള് ഇവിടുത്തെ ഹോം ടൂർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ UAE-യിലുള്ള ഓരോ വിശേഷങ്ങളും ചെയ്യാന്ന് വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയാ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ. ബൈ.